തൃശൂരിൽ മേയർക്കായുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ശ്യാമള മുരളീധരൻ, ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ എന്നിവരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. 33 സീറ്റുകൾ നേടിയാണ് 56 അംഗ കൗൺസിലിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത്. സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം മേയറുടെ ഒരു പരാജയം, അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു വലിയ വിജയം, ഇതൊക്കെ ചർച്ചയായിരുന്നു. ഇനി ആരാകും മേയർ എന്ന ചോദ്യമല്ലോ നിലനിൽക്കുന്നത്. ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇനി അടുത്ത മേയർ ആര് എന്നതിലേക്കുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പോലും ഒരു മേയർ സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടിയിരുന്നില്ല. സ്വാഭാവികമായും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്. വലിയ ഗ്രൂപ്പ് വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭരണം നഷ്ടമായത് അന്ന് ഈ ഗ്രൂപ്പ് പ്രതിസന്ധിയെ തുടർന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. എന്നാൽ പോലും 3 പേരെ അന്ന് ഇതിലേക്ക് പരിഗണിച്ചിരുന്നു. അതിൽ പ്രധാനിയായിട്ടുള്ളത് ഈ ലാലൂരിൽ നിന്ന് ജയിച്ച ലാലി ജെയിംസ് ആണ്. ലാലി ജെയിംസിനെ സംബന്ധിച്ച് നേരത്തെ കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ ഈ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, എഴുത്തുകാരിയായിട്ടുള്ള ലിസി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്നത്. ഒരു വേള ഭരണം കിട്ടുകയാണെങ്കിൽ ലിസി LDFന്റെ പരിഗണനയിലുണ്ടായിരുന്ന മേയർ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ലിസിയെ പരാജയപ്പെടുത്തിയാണ് ഈ ലാലൂരിൽ ലിസി ജെയിംസ് ജയിച്ചു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലി ജെയിംസ് ജയിച്ചു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലിയെ പരിഗണിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ശാരദ മുരളീധരൻ, നിജി ജസ്റ്റിനും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ DCCയുടെ അടക്കം ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിജിയുടെയൊക്കെ പേരുകൾ സജീവമായുണ്ട്. എന്തായാലും ഇന്നലെ DCC പ്രസിഡന്റുമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ പോലും കോൺഗ്രസിൽ ചില ധാരണകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ 3 പേരുകളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചുരുങ്ങിയിരിക്കുകയാണ്. ക്രിസ്റ്റിന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.